തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി 10 നാൾ മാത്രം. DMK മുന്നണിക്ക് 234 സീറ്റുകളിലും വിജയസാധ്യതയെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. TVK അധ്യക്ഷൻ വിജയ് ഇന്ന് കടലൂരിൽ നടത്താനിരുന്ന പര്യടനം റദ്ദാക്കിയിരുന്നു. വൈകിട്ട് 4-ന് പുതുക്കോട്ടയിലും 5-ന് തിരുപ്പത്തൂരിലുമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഇന്നത്തെ പര്യടനം. 234 മണ്ഡലങ്ങളിലും DMK സഖ്യത്തിന് വിജയസാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ജനങ്ങളുടെ പിന്തുണ അത് തെളിയിക്കുന്നുവെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. ഓരോ മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ തന്നെ അണ്ണാ DMK സഖ്യത്തെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട് MK സ്റ്റാലിൻ. DMKയുടെ അഴിമതിയും വികസന മുരടിപ്പും ലഹരി വസ്തുക്കളുടെ സംസ്ഥാനത്തെ ഒഴുക്കുമൊക്കെയാണ് അണ്ണാ DMK പ്രധാനമായും പ്രചരണത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി K പളനിസ്വാമി ചെന്നൈയിലെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഇന്ന് കടലൂരിൽ നടത്താനിരുന്ന പര്യടനം റദ്ദാക്കി. ഭരണപരമായ കാരണങ്ങൾ എന്നാണ് വിശദീകരണം. ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം കടലൂരിലെത്താനായിരുന്നു വിജയുടെ പദ്ധതി. എന്നാൽ 175 കിലോമീറ്റർ റോഡിലൂടെ പോകുമ്പോൾ പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ പിന്തുടരാനും അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനാലാണ് പരിപാടി റദ്ദാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ കാരക്കുടിയിലും വിജയുടെ വാഹനത്തെ പിന്തുടർന്നവർ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. വിജയുടെ പ്രചരണത്തിന് അനുമതി നൽകിയിരുന്നതിനാൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് ഇന്ന് കടലൂരിൽ പ്രചരണത്തിന് അനുമതി നൽകിയിരുന്നില്ല. TVK പ്രവർത്തകർ പൂർണ്ണമായും വീടുകളിലെത്തിയുള്ള ക്യാമ്പയിനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അധ്യക്ഷൻ വിജയ് അഭ്യർത്ഥിച്ചു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.